ഹലോ വെൽക്കം ബാക്ക് ടു സഫ്ല ഷിഫ വർക്ക്സ്. അപ്പം നമ്മൾ കുറച്ച് ആഫ്റ്റർ ലോങ് ടൈമാണല്ലേ വീഡിയോ ഇടുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നുള്ളത്. നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. അപ്പം നമ്മൾ പോകുന്നത് ജസ്റ്റ് ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ നമുക്ക് ഈവനിങ് ടീ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് തോന്നി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാം. കാരണം നമ്മൾ സമ്മർ ആയതുകൊണ്ട് അധികം പുറത്ത് പോകുന്നതെങ്കിൽ ഷോപ്പിംഗ്, ഫുഡിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്ത് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 6:30 ഒക്കെ ആയപ്പോൾ പുറത്തിറങ്ങി. ചിയുവിനെ നമുക്ക് പാർക്കിലൊക്കെ ഒന്ന് കളിപ്പിക്കാം. അതുപോലെ തന്നെ റൂമിൽ തന്നെ ഇരുന്ന് നമുക്കൊരു ബുദ്ധിമുട്ടായി, എക്സോസ്റ്റഡ് ആയി. അപ്പം നമ്മൾ ഒരു ജോഗിങ്ങും ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ജാഫ്ലിയ ആ ഭാഗം തന്നെയാണ്, നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഭാഗം തന്നെ. ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ബ്രിഡ്ജ്, അതിലൂടെ നമ്മൾ നടക്കണം കേട്ടോ. അത് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ പോണ പാർക്കിലേക്ക് പോകാൻ. മൻകൂൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ആ പാർക്ക് ഉള്ളത്. കുറച്ചേ ഉള്ളൂ, നമുക്ക് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോകണം. നമ്മൾ 3 പേര് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. നടന്നു പോകാൻ തന്നെ, നമ്മൾ ജോഗിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാക്കിംഗ് അതൊക്കെ നോക്കാമല്ലോ. അപ്പം നല്ലൊരു ഈവനിങ് ആയിരുന്നു, വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ഡേ. എന്തോ പ്ലാൻ ചെയ്ത് നന്നായി തോന്നിപ്പോയി. അപ്പോൾ അത് നമ്മൾ ലിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്, കാരണം സ്ട്രോളർ ഉള്ളത് കൊണ്ട് ലിഫ്റ്റ് യൂസ് ചെയ്യണം. സോ ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്ത് പോകുമ്പോൾ ലിഫ്റ്റിനെ യൂസ് ചെയ്താൽ ചൂട് കുറവെന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിൽ കയറി പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. വലിയ ജോഗിങ് കൊണ്ട് പോവാ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. ചിയു എവിടെയാ പോണേ? എവിടെയാ പോണേ? അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ടോ. ബ്രിഡ്ജ് മൊത്തത്തിൽ ക്ലോസ്ഡ് ആണ്, പക്ഷെ ചില ബ്രിഡ്ജുകൾ നമുക്ക് അത്ര ക്ലോസ്ഡ് അല്ലാത്ത പോലെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ ആ ഈവനിങ് ബ്യൂട്ടി കണ്ടോ? അതാട്ടോ നമ്മൾ നല്ല റഷാട്ടോ റോഡ്. ഇതൊരു ഹൈവേ ടൈപ്പ് പോലത്തെ ഒരു റോഡാണ്, നല്ല റഷായിട്ടുള്ള റോഡ്. അതുകൊണ്ടാണ് അവർ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, പെഡസ്ട്രിയൻ സീബ്ര ക്രോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബ്രിഡ്ജ് വെച്ച്. കാരണം സണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റിന് റെഡി ആയിരിക്കണ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജ് മൊത്തത്തിൽ ക്ലോസ്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ സേഫ്റ്റി കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ആൾക്കാർ ഈ സ്റ്റെയറും യൂസ് ചെയ്യാം, ലിഫ്റ്റും യൂസ് ചെയ്യാം. മോസ്റ്റ്ലി എല്ലാവരും ലിഫ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഈ സൈക്കിൾസ്, പിന്നെ മറ്റേ അങ്ങനത്തെ ടൈപ്പ് ഇലക്ട്രിക് ആയിട്ടുള്ള സൈക്കിൾ, അങ്ങനത്തെ ടൈപ്പൊക്കെ യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ആ റോഡിൻ്റെ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ പെഡസ്ട്രിയൻ ക്രോസ് കൊടുത്ത, സീബ്ര ക്രോസ് കൊടുത്ത പെഡസ്ട്രിയൻസും ഉണ്ടാവും, വെഹിക്കിൾസും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ക്ലോസ്ഡ് ആണല്ലോ, ചെറിയൊരു ചില സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. ക്ലോസ്ഡ് അല്ലാത്തത്. ഇപ്പം ഹെവി ആയിട്ടുള്ള ഒരു ഹൈവേ പോലുള്ള റോഡിന്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നു. കാണില്ല കേട്ടോ, ഫുള്ളി കവേർഡാണ്, അതുകൊണ്ട് ഒട്ടും കാണാൻ പറ്റില്ല നമുക്ക്. മേ ബി ആരും എടുത്ത് ചാടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പോയിക്കോ. ഷിഫാദും ചിയും സ്റ്റെയറിൽ പോകാമെന്ന് വിചാരിച്ചു, സ്ട്രോളർ ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ജോഗിങ്ങിൻ്റെ പാട്ടായതുകൊണ്ട് ഞാൻ സ്റ്റെയർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റെയർ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഇതിവിടുത്തെ ഈദ്ഗാഹ് നടക്കുന്ന ഒരു ഇതാട്ടോ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഈദ്ഗാഹ് നടക്കുന്ന, അതിൻ്റെ അപ്പുറത്താണ് പാർക്ക് വരുന്നത്. ചിയുന്താ and Shifadu already reached. Chiyu, mom. കണ്ടോ ദുബായിൻ്റെ തിരക്ക് കണ്ടോ? ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് കേട്ടോ പാർക്ക്.
ഇതൊരു വലിയ ഈദ്ഗാഹ്, അതുപോലെ തന്നെ നമ്മൾ ഈ എന്താണ് എന്താ പറയുക, ഈദിന് നിസ്കാരമൊക്കെ നടത്തുന്ന പബ്ലിക്കായിട്ടുള്ള നിസ്കാരങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതാട്ടോ. അതിനു വേണ്ടി മാത്രം അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പേസാണ്. അത്രയും വലിയ സ്പേസ്, ഒരു ഗ്രൗണ്ട്, എന്താ പറയുക, ഗ്രൗണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളേ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, റോഡ് കൺസ്ട്രക്ഷൻ. ഞാൻ വന്ന മുതൽ നാട്ടിൽ നിന്ന് വന്ന മുതൽ നടക്കുന്നതാണ്. ഓരോ ഭാഗമായിട്ട് അവർ അങ്ങനെ റോഡിൻ്റെ സംഭവങ്ങൾ ചെയ്തുകൊണ്ട്, ഓരോ മോഡിഫിക്കേഷൻസ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇതെന്താ സംഭവം എന്നറിയില്ല. ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അവർക്ക് എന്താ ഭയങ്കര ഓക്വേർഡായി തോന്നിയോന്നറിയില്ല. അല്ലേ, ഇതൊരു വിക്കറ്റ് കീപ്പർ അല്ലേ, കീപ്പേഴ്സാണ് അവർ. ഇവിടെ ഒരു കീപ്പർ. എന്ത് ഭംഗിയാണ് സ്കൈ കാണാൻ. നോക്ക് ഷിഫാദ്, എന്ത് ഭംഗിയാണ് സ്കൈ കാണാൻ. നമ്മൾ നമ്മുടെ വാക്കിങ്ങും എൻജോയ് ചെയ്ത് എല്ലാം കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ നടക്കുക കേട്ടോ. കാരണം ചിയു ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം അവൾക്ക് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് അതാ. പിന്നെ അവിടെ പാർക്കിൽ എന്ന് വെച്ചാൽ ജോഗിങ് പാത്വേ ഉണ്ട്. അപ്പം നമുക്ക് അതും യൂസ് ചെയ്യാം. അപ്പം ഞാനും കുറച്ചൊന്ന് ജോഗ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ദുബൈയിൽ വളരെ കുറച്ചായിട്ടുള്ള ഫ്രീ എൻട്രി ആയിട്ടുള്ള പബ്ലിക് പാർക്സ് ഫ്രീ എൻട്രി ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പെയ്ഡ് ആയിരിക്കും മിക്ക പാർക്കുകളും ദുബൈയിൽ. പക്ഷെ അബുദാബി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്ക പാർക്സും ഫ്രീ എൻട്രി ആയിരിക്കും. ഇതൊരു നമ്മൾ കണ്ടുപിടിച്ചതാട്ടോ, ഇതൊരു ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരു പാർക്ക്, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ അത്ര കുട്ടികൾക്ക് കളിക്കാനുള്ള റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഇത്ര നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല, വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കില്ല. അതിനെയൊക്കെ പാർക്കുന്ന, പക്ഷേ നമുക്ക് അത് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തെരഞ്ഞു പിടിച്ച് വന്നത്. ഇത് നമ്മുടെ വില്ലിൻ്റെ കുറച്ച് അപ്പുറത്തും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഇതുണ്ട്. ഈ ആ ഒരു മെറൂൺ കളറിൽ കാണുന്നതാണ്, ഇതാണ് കേട്ടോ ഇത് ജോഗിങ് പാത്വേ. ആദ്യം നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഈ പാർക്കിൽ. അപ്പോൾ ഇന്ന് നമുക്ക് വ്ളോഗ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മിനി വ്ളോഗ് പോലെ ഞാൻ എടുത്തതേ ഉള്ളൂ. ചിയു ദേ ഡാഡിൻ്റെ കൂടെ ഇങ്ങനെ അടിപൊളിയായി നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ ആ ഒരു പാർക്കിൻ്റെ അത്യാവശ്യം അവിടെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലൂടെ നടക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വോക്കും ആവും, നിങ്ങൾക്ക് കണ്ട പോലെയാവും, നമ്മളും കണ്ട പോലെയാവും. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നില്ല, കുറച്ച് ഡാർക്കായിട്ടാണ് വന്നത്. കാരണം വെച്ചാൽ കുറച്ച് ലേറ്റായി, ഒരു 6:30 7 ഒക്കെ ആയി. കാരണം നമ്മൾ വേറെ വഴി കൂടെയാണ് നടന്നു വന്നത്. ഇതിന് 2 വഴിയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ നടന്ന് അങ്ങനെ വന്ന് പിന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഈ വഴി കണ്ടുപിടിച്ചത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പാർക്ക്. അപ്പോൾ നമ്മൾ ഈ ഭാഗം അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ഉള്ളിൽ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിയുവിനെ കളിപ്പിച്ചു. അപ്പം നമ്മൾ വാക്കിങ് ചെയ്യുന്നതിലൂടെ ഈ ഒരു പാർക്ക് നിങ്ങൾക്കും കാണിച്ചു തരാമെന്നുള്ള രീതിക്ക് നമ്മൾ വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പോൾ അടിപൊളി നല്ല പ്ലാന്റ്സും അങ്ങനെയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ്. ഫ്രീ എൻട്രി ആകുമ്പോൾ ഇത് വേർത്താണ് നമുക്ക്. കാരണം കുട്ടികൾക്ക് അത്യാവശ്യം റൈഡ്സും ഉണ്ട് കളിക്കാൻ. പിന്നെ ഇവിടെ ഒരു ഫുട്ബോൾ ടർഫ് പോലത്തെ നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ സംഭവമുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരിങ്ങനെ ഫുട്ബോളൊക്കെ നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നുണ്ട് കളിക്കുന്നത് കാണുമ്പോൾ കേട്ടോ. അപ്പം കുറച്ച് നേരം അത് നോക്കിയിരുന്നു. പിന്നെ ഇതേ ഇവിടെയുള്ള അപ്പുറത്തുള്ള വീടാണ് കേട്ടോ. അതൊരു വീടാ, മേ ബി റെസിഡൻസ് ആണോ അതോ എമിറാത്തീസ് ആണോ എന്നറിയില്ല. ഈ ചൂട് ടൈമിൽ ഇങ്ങനെ വന്ന് കളിക്കാൻ ഒരു മനസ്സ് തന്നെ വേണം അല്ലേ. അടിപൊളിയാണ് ഇത്. നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല കുറച്ച് വൈഡായിട്ട്. അതിനു വേണ്ടി മാത്രം അങ്ങനെ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ ഞാൻ അധികം
അങ്ങനെ പാർക്സിലൊന്നും കണ്ടിട്ടില്ല. മിക്ക പാർക്സിലും ഉണ്ട്, പക്ഷെ ഇത്രയും വൈഡായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു 400 മീറ്റേഴ്സിൻ്റെ പാത്ത് വേ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 300 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട് വാക്ക് ചെയ്തിട്ട്. ഇനി ഒരു 400 മീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെ നമ്മൾ എത്തും. ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ അതെത്തും. ചിയുവിന് നടക്കാനൊന്നും വലിയ ക്ഷമയില്ല, കാരണം അവൾക്ക് പാർക്കിൽ പോയി കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാശിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം നടന്ന് അവസാനിപ്പിക്കുക കേട്ടോ വേഗം. എന്നിട്ട് ഞാൻ പിന്നെ വാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഷിഫാദ് പറഞ്ഞു. ഷിഫാദ് ചിയുവിനെ കൂടെ ഇരിക്കാം, കളിപ്പിക്കാം എന്ന് പറഞ്ഞു. ഷിഫാദ് ടയർഡായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും വാക്ക് ചെയ്യാൻ തരാമെന്നുള്ള ഒരു ഇതിൽ നമ്മൾ ചിയുവിനെ ചിയുവിനെ പാർക്കിൽ കൊണ്ട് കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ സ്ട്രോളറും പിടിച്ച് വാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇതാട്ടോ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മാവേലി അങ്ങനെ ഫുൾ സെറ്റ് സാരിയും അതുപോലെ തന്നെ മുല്ലപ്പൂ ഒക്കെ വെച്ച് കുറേ ലേഡീസ്, അതുപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈവനിങ് ടൈമിൽ അവൻ്റെ ആ സെലിബ്രേഷൻ, ഓണം മാവേലിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് കുറേ എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട് തോന്നുന്നു, കാരണം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഈ പാർക്ക്. മോസ്റ്റ്ലി ചില പാർക്കുകളൊന്നും അധികം അങ്ങോട്ട് ആൾക്കാരുണ്ടാവാറില്ല, പക്ഷെ ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ ചിയുവിനെ ഫസ്റ്റ് തന്നെ കൊണ്ട് അവൾക്ക് സ്വിങ്ങിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു സ്വിങ് ഉണ്ടായിരുന്നു, അപ്പം ഞാനും അതിൽ ഇരുന്ന് ആടുന്നുണ്ട്. ചിയു ഭയങ്കര ഹാപ്പി. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും ഒന്ന് വാക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ജോഗിങ് പോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിയുവിനെ ഷിഫാദ് നോക്കാമെന്ന് പറഞ്ഞതേ അവളുടെ കളി സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ കളിക്കാനുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് സ്പെൻഡ് ചെയ്യാമല്ലോ, അവൾക്കും കുറച്ച് ഹാപ്പി ആവുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അവൾക്കുള്ള ടോയ്സും ഈ സാൻഡിക്ക് ചെയ്യണ സംഭവങ്ങളും അങ്ങനത്തെയൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അവൾ ഇതേ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ടൈമിൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഷിഫാദിനെ ഏൽപ്പിച്ചിട്ട് പോയിട്ടോ. ഷിഫാദ് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ടൈം ആയപ്പോഴാണ് ഞാൻ വന്നത് ആക്ച്വലി. ഷിയുടെ അടിപൊളി മണ്ണിൽ കളിച്ചു. ചിയുടെ പൊരിഞ്ഞ കളിയാണ് മണ്ണിൽ. നമ്മൾ കുറച്ച് ഫ്രീഡം കൊടുത്തപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനും കുറച്ച് ഫ്രീ ആക്കി വിട്ടതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ UAE അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ കുട്ടികളധികം നമ്മുടെ നാട്ടിലത്തെ പോലെ മണ്ണിൽ കളിക്കാനുള്ള സ്പേസ് അവർക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ കാര്യമാക്കിയില്ല. ഇരുന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കളിപ്പിച്ചു. പക്ഷെ അത് കുറച്ച് കൂടുതലായിപ്പോയി. അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവളുടെ കൂടെ കളിക്കാൻ. അപ്പോൾ അവരുടെ കൂടെയും കുറച്ച് എൻജോയ് ചെയ്ത് അടിപൊളിയായി കളിച്ചു. കുറച്ച് കൂടുതൽ നേരം എടുത്തപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല. അപ്പം മെല്ലെ എടുത്തിട്ട് ഒരുപാട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മെല്ലെ എടുത്ത് വാഷ് ചെയ്ത് ഫ്രഷൊക്കെ ആക്കി തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവിടുന്ന്
തിരിച്ച് വരുന്നേ ഉണ്ടായിരുന്നില്ല, കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 7:30 ഒക്കെ ആയി. അപ്പോൾ നമ്മൾ ഇതേപോലെ തിരിച്ചവിടെ നടക്കണമല്ലോ റൂമിലേക്ക്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി അത്യാവശ്യം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്, ചെറിയൊരു മിനി വ്ളോഗ്. സോ ബൈ ബൈ.